ഇദ്ദേഹത്തെ നിങ്ങൾ അറിയോ എന്ന് ചോദിച്ചാൽ അറിയും. ഇന്ന് ഇവിടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. അതോടൊപ്പം തന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. മമ്മൂക്കായ്ക്ക് കൊടുക്കാനുള്ള മൊമെന്റോ തയ്യാറാക്കിയ വ്യക്തിയാണ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും അദ്ദേഹം എങ്ങനെയാണ് ആ മൊമെന്റോ ഉണ്ടാക്കിയതെന്നറിയാം. ഇദ്ദേഹം വലിയൊരു കലാകാരനാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം പ്ലീസ്. ഒന്ന് പരിചയപ്പെടാം നമുക്ക്. പേര്? എൻ്റെ പേര് ഉണ്ണി കാനായി. ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. പയ്യന്നൂരാണ് എൻ്റെ സ്ഥലം. കാനായിയാണ് താമസം. അപ്പോൾ ഈ സമാപന സമ്മേളനത്തിൽ എത്തുന്ന പത്മശ്രീ മമ്മൂട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം സ്നേഹോപകരമായി നൽകുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഈ മമ്മൂട്ടിയുടെ സ്ക്രീനിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഉണ്ടാക്കിയ ശില്പം സ്ക്രീനിൽ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ശില്പം ചെയ്യാൻ വേണ്ടി എന്നോട് നിർദ്ദേശിച്ചത്. വളരെ ചെറിയ സമയം മാത്രമേ കയ്യിൽ കിട്ടിയില്ല. 3 ദിവസം കൊണ്ടാണ് ഈ ഒരു 16 ഇഞ്ച് ഹൈറ്റിലുള്ള ഒരു ശില്പം നിർമ്മിച്ചെടുത്തത്. ഗ്ലാസ് മെറ്റലിലാണ് അത് തീർത്തിരിക്കുന്നത്. അത് എന്താ ഒരു സമയം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ടാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അല്ല, അങ്ങനെ പൂർത്തിയാക്കിയും എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ 1 ഒക്കെ വിട്ടു. മറ്റേ മമ്മൂട്ടിയുടെ ആ മുഖ്യമന്ത്രി ഒരു ശില്പമായിട്ട് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. അത് തന്നെയാണ്. പിന്നെ മമ്മൂട്ടിയുടെ ഒരുപാട് കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടെങ്കിലും അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമൊക്കെ തോന്നിയത്, ഇതിന് അനുയോജ്യമായത് തോന്നിയത് 1 എന്നുള്ള ഒരു സിമ്പിൾ വേക്കൽ കൊടുത്ത് മമ്മൂട്ടി മുന്നോട്ട് നടന്നു വരുന്നത് മുഖ്യമന്ത്രിയായിട്ട് നടന്നു തന്നെ. അപ്പൊ അത് ഒന്ന് കടക്കൽ ചന്ദ്രനായിട്ട്. അത് ഇപ്പം പറയാനുള്ളത് തന്നെ നമ്മളെ കുട്ടികളിലും രക്ഷിതാക്കളിലും ഇപ്പൊ മത്സരങ്ങളിലെ കലോത്സവങ്ങളിലെ മത്സരങ്ങളിൽ ഈ 1ാം സ്ഥാനങ്ങൾ നേടാൻ വേണ്ടി കാണിക്കുന്ന ഒരു വ്യഗ്രതയും അമിത ഉത്സാഹം കാണുമ്പോൾ ഒരു ചെറിയ നിരാശ തോന്നുന്നുണ്ട് പുതിയ തലമുറയെ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒന്നാവുക, കല ആസ്വദിക്കുക എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ ശില്പത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഈ ശില്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ പാട്ട് പാടും, കവിത പോലും ചൊല്ലാറില്ലേ? എന്ന് അതൊന്നും ഇവിടെ ആയിക്കോട്ടെ. ഞാനൊരു ശില്പമായിട്ട് ഇവിടെ നിൽക്കാം. അല്ല, വേദിയില്ല, ഞങ്ങളുടെ ആരുമില്ലത്. ഞാനൊരു ശില്പം എന്നെ രൂപത്തിൽ ഉണ്ടാക്കുന്ന പോലെ ആക്കിട്ട് അല്ല, അത് വേണം, ആർപ്പായിട്ട് വേണം. അല്ല, അത് വേണം, വേണ്ടേ? വേണം. ചേച്ചി കൃത്യമായിട്ട് പറയാൻ വേണമെന്ന്. ആ മൂളിയാ മതി, മൂളിയാ മതി. പാട്ട് കേട്ടുകൊണ്ട് ചെയ്യുന്ന ശരിയല്ല. അത് വെറുതെ പറയുന്ന ഒരു കവിത ചൊല്ലാമല്ലേ? കവിത വിനോദ് കവിത ചൊല്ലല്ലേ? ഇല്ല അല്ലേ? അപ്പം നല്ല ശില്പ നിർമ്മാണത്തിന്റെ ഗംഭീരമായി എനിക്കറിയാം. ഇന്ന് നിങ്ങളിവിടെ എല്ലാവരും നിങ്ങൾ കാണും. ഇപ്പൊ സ്ക്രീനിൽ കണ്ടതിന് അപ്പുറത്തേക്കായിരിക്കും മമ്മൂക്കാടെ ശില്പമുണ്ടാക്കി എന്ന് മമ്മൂക്കായ്ക്ക് നൽകുന്നു. അതും വെറുതെ എത്ര ദിവസം കൊണ്ട്? 3 ദിവസം കൊണ്ട്. 3 ദിവസം കൊണ്ടാണ് നിർമ്മാണത്തിന് വേണ്ടി മന്ത്രി വിളിച്ചു പറയും, വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു പറയും. അപ്പോൾ തന്നെ നിർമ്മിച്ച് അദ്ദേഹം കണ്ണൂരിൽ നിന്നും ഇന്ന് പുലർച്ചെ ഇവിടെ എത്തി. ഇനി അത് മമ്മൂക്കാക്ക് കൈമാറുന്നവരെ അതിന്റെ ഒരു ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ വേദിയിലും എത്തി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. അൽ അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെരുമ്പലിച്ചിറ, തൊടുപുഴ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.